CPI ബന്ധം ഉലയുന്നു. കൊല്ലം കോർപ്പറേഷനിൽ കൂട്ടരാജി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച CPI. കൊല്ലം കോർപ്പറേഷൻ ഭരണത്തെ ചൊല്ലി CPM CPI തർക്കം രൂക്ഷമാകുന്നു. കൊല്ലം കോർപ്പറേഷനിൽ കൂട്ടരാജി. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികളിൽ നിന്ന് CPI ഒഴിഞ്ഞു. കോർപ്പറേഷനിലെ CPM CPI തർക്കമാണ് രാജിയിൽ കലാശിച്ചത്. നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും CPM മേയർ പദവി ഒഴിയാത്തതിൽ CPIയിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. തുടർന്ന് മേയർ സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ധാരണ CPM പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് CPI പ്രതിനിധിയുടെ രാജി. മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെക്കാതായതോടെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു രാജിവെക്കുകയായിരുന്നു. മേയർ സ്ഥാനം പ്രസന്ന എണസ്റ്റ് ഇന്ന് രാജിവെക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാ ദേവി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവരാണ് മധുവിനൊപ്പം രാജിവെച്ചത്. പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു രാജിയെന്ന് ഡെപ്യൂട്ടി മേയറായിരുന്ന കൊല്ലം മധു പറഞ്ഞു. 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതുപ്രകാരമാണ് വൈകിട്ട് 4:55-ന് രാജി സമർപ്പിച്ചതെന്ന് കൊല്ലം മധു വ്യക്തമാക്കി. 2000-ൽ കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായതു മുതൽ ഇന്നുവരെ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. മേയർ സ്ഥാനം ആദ്യത്തെ 4 വർഷം CPMനും അവസാന 1 വർഷം CPIക്കുമെന്ന ധാരണപ്രകാരം മുൻ ഭരണസമിതികളിലെല്ലാം പാലിച്ചു പോരുന്നുണ്ട്. എന്നാൽ ഇക്കുറി ധാരണപ്രകാരമുള്ള സമയം കഴിഞ്ഞിട്ടും മേയർ സ്ഥാനം അവസാനത്തെ 1 വർഷം CPIക്ക് നൽകാൻ CPM തയ്യാറായില്ല. ഇത് CPIക്കുള്ളിൽ അതൃപ്തിക്ക് കാരണമായിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചകളുടെ ഫലമായി കൊല്ലം മേയർ സ്ഥാനം പ്രസന്ന എണസ്റ്റ് ഇന്ന് രാജിവെക്കുമെന്നായിരുന്നു ഉഭയകക്ഷി ധാരണയുണ്ടായിരുന്നത്. എന്നാൽ പ്രസന്ന രാജിവെക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് രാജി.